ശ്രീ മാത്യു കുഴൽനാടൻ ഒരു ചോദ്യം ശ്രീ റഹീം ഇന്ന് മുന്നോട്ട് വെച്ചല്ലോ. അതെ റഹീം മാത്രമല്ല ശ്രീ വിജയരാഘവൻ ഇന്നും ഇന്നലെയും കോൺഗ്രസിനോട് ചോദിക്കുന്ന ചോദ്യം അതാണ്. ഇന്ന് പ്രധാനപ്പെട്ട ഒരു ചോദ്യം അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതായത് വെൽഫെയർ പാർട്ടിയുമായി ഒരു ധാരണയുണ്ടാക്കി എന്നതിന്റെ പേരിലാണ് ഈ വർഗീയ ധ്രുവീകരണ ശ്രമങ്ങൾ എന്നതൊക്കെ കോൺഗ്രസിൽ ആരോപിക്കുന്നത്. അത് മാറണമെങ്കിൽ വെൽഫെയർ പാർട്ടിയുമായി അടുത്ത തെരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും സഹകരണം എന്നത് വ്യക്തമായി പ്രഖ്യാപിക്കണം എന്ന്. ആ ചോദ്യത്തോട് UDF പ്രതികരിക്കേണ്ടതുണ്ടോ? ഞാൻ അതിനോട് പ്രതികരിക്കാം. ഞാൻ ഉറക്കം വരുന്നു. ഷാനിയിൽ വിശ്വാസം അർപ്പിച്ച് ഒരു ചെറിയൊരു റിക്വസ്റ്റ് നടത്തുകയാണ്. അതായത് ഞാൻ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ചോദ്യം റഹീമിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് വേണ്ട ഉത്തരം യെസ് ഓർ നോ ആണ്. അതായത് CPM-ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് SDPA-യുമായി എന്തെങ്കിലും രാഷ്ട്രീയ ബന്ധമോ ധാരണയോ ഉണ്ടോ? നിലവിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നോ? ഇനി ഉണ്ടാകുമോ? അതിനുള്ള ഉത്തരം കിട്ടിയാൽ ഞാൻ ബാക്കി പറയാം. യെസ് ഓർ നോ പറഞ്ഞാൽ മതി. സംശയമുണ്ടോ നിങ്ങൾക്ക്? ഇല്ല എന്നാണ് ഉത്തരം. യെസും നോയും വേണമെങ്കിൽ നോ എന്ന് പിടിച്ചോ. ഒരു കാര്യം കൂടി പറയാം, എന്റെ അവസ്ഥ ഒന്നുകൂടി എന്നിട്ട് വഴങ്ങി തരാം. ഇതേ ചോദ്യങ്ങളോടാണ് ഞാൻ നേരത്തെ എനിക്ക് വിശ്വാസത്തോടെ പറയാൻ പറ്റി. പറയട്ടെ ഒരു മിനിറ്റ്. ഇല്ല പ്ലീസ്, ഞാൻ വഴങ്ങി തരാം. എന്റെ സമയമാണ്. ഒരു ചർച്ചയല്ലേ? എന്റെ സമയമാണല്ലോ. എന്തിനാണ് ശ്രീ മാത്യു കുഴൽനാടൻ ചോദ്യം ചോദിച്ചതെന്ന് നമുക്കറിയണമല്ലോ. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ മാത്യു കുഴൽനാടൻ താങ്കളോട് അല്ല, ശ്രീ റഹീം താങ്കളോട് ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു. താങ്കൾ ക്രിസ്റ്റൽ ക്ലിയർ ആയി എന്ന് അവകാശപ്പെട്ടുകൊണ്ട് തന്നെ നോ എന്ന് മറുപടി പറഞ്ഞു. ശ്രീ മാത്യു കുഴൽനാടന്റെ ഊഴമാണ്. അദ്ദേഹം പറഞ്ഞതിന് ശേഷം ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ മാത്യു കുഴൽനാടൻ. അതെ ഷാനി, ഇതാണ് CPM എന്ന് പറയുന്നത്. ഇവനെന്താ പട്ടിയുടെ കിഡ്നിയാണോ വെച്ചിരിക്കുന്നത്? പറയാം റഹീമെ, പ്ലീസ്. ഈ കുറച്ച് പേഷ്യൻസ് കാണിക്കുക. അതായത് ഞാനിത് പറയാൻ കാരണം എന്നറിയാമോ? CPM-ന്റെ ഇരട്ടത്താപ്പും ഇതുപോലുള്ള കാപട്യവും തുറന്നു കാണിക്കാൻ വേണ്ടിയിട്ടാണ്. SFIയുടെ അഭിമന്യു എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ മരണപ്പെട്ടു. SDPI ആണ് അവരെ കുത്തിക്കൊന്നത്, അല്ലെങ്കിൽ വെട്ടിക്കൊന്നത്. SDPI കൊന്നു കഴിഞ്ഞതിന് ശേഷം അഭിമന്യുവിന്റെ പടം വെച്ച് കേരളം മുഴുവൻ പോസ്റ്റർ ഒട്ടിച്ച് എന്തെന്നാണെന്നറിയോ? വർഗീയത തുലയട്ടെ എന്ന് പറഞ്ഞ്. വർഗീയത തുലയട്ടെ എന്ന് പറഞ്ഞ് കേരളം മുഴുവൻ പോസ്റ്റർ ഒട്ടിച്ച് വിദ്യാർത്ഥികളെയും യുവാക്കളെയും ഹരം പിടിപ്പിച്ച റഹീമുണ്ട്.